അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. എന്താണ് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ? എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്നിങ്ങനെ കാര്യകാരണ സഹിതം ഭക്തൻ പറയുകയാണ്. വെറുതെ സ്തുതിക്കണ്ട. നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ട് പോലെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ ദൈവം ചെയ്ത നന്മകൾ പലതാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വെറുതെ കൈയടിക്കുന്നതും വെറുതെ പാടുന്നതുമല്ല നമ്മുടെ ആരാധന. അതിന് കാരണമുണ്ട്. ദൈവത്തിൻ്റെ പരിപാലനവും സംരക്ഷണവും അനുഭവിച്ചവരായ നമുക്ക് ധാരാളം കാരണങ്ങളുണ്ട്. ഒരു കാരണമല്ല, അനേക കാരണം. അതുപോലെ ദൈവത്തിന് സ്തോത്രം പറയാനും യഹോവയെ സ്തുതിക്കാനും നമ്മൾ കുറേ കാരണങ്ങൾ, അതിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ 1-2 കാരണങ്ങൾ കൂടെ പിന്നെയും ഭക്തൻ പറയുകയാണ്. കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. സ്തോത്രം. അപ്പോൾ അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ആഴിയിൽ വ്യാപാരം ചെയ്തവർ, ബിസിനസ് സംബന്ധമായി മുന്നേറിയവർ, ജീവിതത്തിൻ്റെതായ ജീവിത സന്ധാരണ മാർഗങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് യാത്ര ചെയ്തവർ, അവരുടെ യാത്രകളുടെ നടുവിൽ അനേക തവണ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടു. സ്തോത്രം. അവർ കണ്ട ആ അത്ഭുതങ്ങൾ നിമിത്തം അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവിടെ പറയുന്നത്? അത്ഭുതങ്ങളെ കണ്ടത്. ഹല്ലേലൂയ. അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ കൽപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു, അതിലെ തിരകളെ പൊങ്ങുമാറാക്കി, അവർ ആകാശത്തിലേക്ക് ഉയർന്നു. സ്തോത്രം. വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു. അവരുടെ ബുദ്ധി പൊയ്പോയിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. സ്തോത്രം. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. എന്താണ് കിട്ടിയ വിടുതൽ? അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഹല്ലേലൂയ. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ യാത്രകൾ, ഉപജീവന മാർഗങ്ങളിൽ, സ്തോത്രം, അപകടങ്ങളും ആപത്തുകളും ഒക്കെ എത്ര എണ്ണമാണ് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്. സ്തോത്രം. ആഴത്തിലേക്ക് താണു പോകുന്നത് പോലെ, ഉയർന്നു പൊങ്ങുന്നത് പോലെ. സ്തോത്രം. ഇതിൻ്റെയൊക്കെ നടുവിലും വല്ലാത്ത പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും അവിടെയെല്ലാം ദൈവമക്കൾക്ക്, സ്തോത്രം, ഏത് പ്രതിസന്ധിയുടെ നടുവിലും സാധാരണ ദൈവമക്കൾ ദൈവത്തിങ്കലേക്ക് എവിടെ നിന്നാലും നോക്കുന്ന ഒരു കാഴ്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചയാണ്. ദൈവമേ എന്നുള്ള ഒരു വിളി രക്ഷിപ്പാൻ അത് മതിയായതാണ്. ഇത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ദൈവത്തിങ്കലേക്കുള്ള ഒരു നോട്ടം തക്ക സമയത്ത് വിടുതൽ കിട്ടാൻ പര്യാപ്തമാണ്. ഞാനിവിടെ എന്ത് ചെയ്യുമെന്ന് ആവലാതിപ്പെടുന്ന അനുഭവമല്ല, എന്ത് ചെയ്യണം എന്നെനിക്ക് പറഞ്ഞു തരുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ഒരു ഉറപ്പകത്തുള്ളത് അനുഗ്രഹമാണ്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ജീവിതത്തിലേക്ക് ചുവടുകൾ വയ്ക്കുന്നവരോട് പറയട്ടെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം.
പ്രൈസലോ. പ്രതിസന്ധി വരികയില്ലെന്നല്ല. ഇവിടെ നോക്കൂ, കൊടുങ്കാറ്റടിച്ചു, അത് തിരമാലകളെ പൊങ്ങി. ഈ യാത്ര ചെയ്തവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. ഇത് അനുഭവിച്ചവര് അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി. സ്തോത്രം. ഈ വെള്ളത്തിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഈ കര കാണാൻ പറ്റുന്ന വെള്ളവുമുണ്ട്, കര കാണാൻ പറ്റാത്ത വെള്ളവുമുണ്ട്. നമ്മളൊക്കെ ഈ കര കാണുന്ന വെള്ളത്തിൽ കൂടെ പോയിട്ടുള്ളൂ. പിന്നെ അപൂർവമായിട്ട് ആരെങ്കിലും കര കാണാൻ പറ്റാത്ത തരത്തിലുള്ള സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. സ്തോത്രം. അകത്തോട്ട് പോകുമ്പോഴാണ് ഇതെങ്ങോട്ടാണ് തിരിയേണ്ടത്, എങ്ങോട്ട് പോയാലാണ് കരയിലെത്തുന്നത്. സ്തോത്രം. എവിടെയാണ് കര, എവിടെയാണ് ആശ്രയമെന്നറിയാതെ വല്ലാതെ പകയ്ക്കുന്ന, അല്ലെങ്കിൽ തന്നെ കര അറിയാമെങ്കിലും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തതായ പല അനുഭവങ്ങൾ, ക്ഷീണിച്ച് മനസ്സ് തളർന്ന് ഒക്കെ ആയിരിക്കുന്ന അനുഭവങ്ങൾ പലതുണ്ട്. എന്നാൽ അവിടെ ദൈവത്തിങ്കലേക്കുള്ള, അവിടെ അതാണ് പറയുന്നത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ട് അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ദൈവം കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ഇനി ഈ രണ്ട് തരത്തിലാണ് വിടുക. ഒന്ന്, തിരമാലകൾ അടങ്ങും, അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ ബലപ്പെടും. തിരമാലകൾ അടിച്ചാലും കാല് ബലപ്പെട്ടാൽ പോരെ. പണ്ടൊരു കപ്പിത്താൻ തൻ്റെ മകനുമായി സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത ഒരു കഥ ഇങ്ങനെയുണ്ട്. ഈ മകൻ, കപ്പലിൻ്റെ കപ്പിത്താൻ തൻ്റെ പിതാവാണ്. ഇങ്ങനെ അപ്പൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയോടും പറയട്ടെ, ഓരോ കാര്യങ്ങളും വീട്ടിൽ നടക്കുന്നതെങ്കിലുമൊക്കെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കണം. സ്തോത്രം. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു കാര്യവും അറിയത്തില്ല. ഫീസ് പോയാൽ ഫീസ് പണ്ട് കെട്ടുന്നതാണ്, ഇപ്പോൾ അങ്ങനെ എന്ത് ചെയ്താൽ മതി, മേളിലോട്ടൊന്ന് ഡ്രിപ്പാകുന്ന ഇട്ടാൽ മതി. സ്തോത്രം. അതുപോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. നമ്മളുടനെ ഇലക്ട്രീഷ്യനെ വിളിക്കും, അവൻ വന്ന് മേളിലോട്ടിട്ടിട്ട് 100 രൂപ വാങ്ങിച്ചുകൊണ്ട് പോകും. ആകപ്പാടെ പോയത് അത്രയേ ഉള്ളൂ, ഫീസ് ഡ്രിപ്പായി. ഇങ്ങനെയുള്ള നടക്കുന്ന ഒരു പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, അത് മനസ്സിലാകും. അപ്പം ഈ മകൻ, ഈ അപ്പൻ ചെയ്യുന്ന ഈ മൊബൈലാണ് ഒരു വലിയ കുഴപ്പം. സ്തോത്രം. അതും കൂടെ ഉണ്ടല്ലോ. അപ്പം ഈ അത്യാവശ്യം നമുക്ക് ജീവിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കണമെങ്കിൽ. അപ്പോൾ ഈ മകൻ ഇങ്ങനെ അപ്പൻ്റെ പ്രവൃത്തികളെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കടൽ ഒരുപാട് പ്രാവശ്യം കാറ്റടിച്ചു. ഈ പായ്ക്കപ്പലിൽ പലതവണ ഈ പായ് നിയന്ത്രിക്കുന്ന ഒരു ചരടുണ്ട്. ആ ചരട് ഈ പായ് മരത്തിൽ പലപ്പോഴും കുടുങ്ങും. പായ് മരത്തിൽ കയറി വേണം ഇതിൻ്റെ കുരുക്കഴിച്ച് പിന്നെയും ഈ കപ്പലിനെ, അല്ലെങ്കിൽ ഈ പായ് കപ്പലിനെ സുഗമമായി മുമ്പോട്ട് നടത്താൻ. പല പ്രാവശ്യം ഈ അപ്പൻ ഈ പ്രവൃത്തി ചെയ്തു. ഈ മകൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അടുത്തൊരു ചാൻസ് വന്നപ്പോൾ മകൻ പറഞ്ഞു, അപ്പാ ഞാൻ ഇപ്രാവശ്യം കയറി ഒന്ന് കുരുക്കഴിക്കാം. അങ്ങനെ അഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുരുക്കഴിക്കുന്നത് എങ്ങനെയെന്ന് നോക്കി പിടിക്കണം. ഇപ്പോൾ കയറി അവൻ അതിവിദഗ്ധമായി ആ കുരുക്കെല്ലാം അഴിച്ചു. വളരെ സന്തോഷമായി. പക്ഷേ അവൻ കാണാത്ത ഒന്നുണ്ടായിരുന്നു. പായ്മരത്തിൻ്റെ മേളിൽ കയറി നിന്നിട്ട് താഴോട്ടിറങ്ങി, കുരുക്കൊക്കെ അഴിച്ചു, താഴോട്ടിറങ്ങുകയാണ്. താഴോട്ടിറങ്ങുന്ന നേരത്താണ് അവൻ ശരിക്ക് സമുദ്രത്തിൽ ആടിയുലയുന്ന തൻ്റെ സ്വന്തം കപ്പൽ കണ്ടത്.
മനസ്സിലാവുന്നുണ്ടോ? അവൻ താഴോട്ട് നോക്കിയപ്പോൾ ഒരു തീപ്പെട്ടി പോലെ ഇതിങ്ങനെ കിടന്നാടുകയാണ്. സ്തോത്രം. അവൻ വിളിച്ചു പറഞ്ഞു, അപ്പാ, എൻ്റെ കാലുകൾ വിറയ്ക്കുന്നു, എനിക്കിറങ്ങാൻ പറ്റുന്നില്ല. സ്തോത്രം. അപ്പൻ ധൈര്യത്തോടെ ആ മകനോട് വിളിച്ചു പറഞ്ഞു, മോനെ, നീ പേടിക്കണ്ട, നീ താഴോട്ട് നോക്കണ്ട, മുകളിലേക്ക് നോക്കാം. താഴോട്ട് നോക്കിയതാണ് നിന്റെ കാലുകൾ വിറയ്ക്കാനുള്ള കാരണം. അവൻ മുകളിലോട്ട് നോക്കിയപ്പോൾ അവിടെ ശാന്തതയാണ്. സ്തോത്രം. അവൻ്റെ കാലുകൾ ഉറച്ചു. അവൻ താഴോട്ട് വളരെ ഭംഗിയായിട്ടിറങ്ങി. സ്തോത്രം. പകലിൽ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രശ്നത്തെയും അതിൻ്റെ വലിപ്പത്തെയുമാണ് നീ ശ്രദ്ധിച്ചിരിക്കുന്നതെങ്കിൽ കരകയറാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ശാന്തത വരുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അവർ ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. സ്തുതിക്കുക. ഒറ്റയ്ക്കിരുന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സഭയിലും വന്ന് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. നിവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയും നീരുറവുകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ ഉവർനിലവുമാക്കി. അവൻ മരുഭൂമിയെ ജലതടാകവും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കി. സ്തോത്രം. വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു. അവർ പാർപ്പാൻ പട്ടണം ഉണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും സമൃദ്ധിയായി ഫലങ്ങളെ അനുഭവിക്കുകയും ചെയ്തു. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവൻ ഇടവരുത്തിയില്ല. പീഡനവും കഷ്ടതയും സങ്കടവും ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി. അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുകയും വഴിയില്ലാത്ത ശൂന്യദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പീഡയിൽ നിന്നുയർത്തി അവൻ്റെ കുലങ്ങളെ ആട്ടിൻ കൂട്ടം പോലെയാക്കി. നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും, നീതികെട്ടവരൊക്കെയും വായ് പൊത്തും. ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും. അവർ യഹോവയുടെ കൃപകളെ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വായിച്ച ഭാഗത്തുള്ളത്. മരുഭൂമി നീരുറവും ജലതടാകവുമായി ചിലയിടത്ത്, ജലതടാകം മരുഭൂമിയും ഉപയോഗപ്രദമല്ലാത്തതുമായി മാറി വേറെ ചില സന്ദർഭങ്ങൾ. ഇത് എവിടെയാണ്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും. സ്തോത്രം. അതാണ് നമ്മുടെ വിഷയം. എവിടെയാണ് ഇതിന് മാറ്റം വന്നത്? അത് മാറ്റം വരാനുള്ള കാരണം എന്താണ്? ഇതിനെ ഗ്രഹിക്കാൻ മനസ്സുള്ളവൻ, ആരാഞ്ഞറിയാൻ മനസ്സുള്ളവൻ, അവൻ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന്, മാറ്റങ്ങൾക്ക്, അത് വിജയമായാലും പരാജയമായാലും നമ്മൾ തന്നെ ചിന്തിക്കണം. എന്തുകൊണ്ട്? പ്രൈസ്. ജ്ഞാനമുള്ളവർ അവയെ എന്തു ചെയ്യും? ശ്രദ്ധിക്കും. പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ദൈവഹിതപ്രകാരം പോകുമ്പോൾ തന്നെയും നമ്മൾ ഉദ്ദേശിക്കാത്തത് സംഭവിച്ചെന്ന് വരാം. പിന്നെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അല്ലാതെ ജീവിച്ചാലും ഉയർച്ചകളിലേക്ക് വന്നെന്നും വരാം. ഇപ്പൊ ലോകം പറയുമോ, ദൈവം അവനെ അനുഗ്രഹിച്ചു. എനിക്കറിയാം ഇത് എങ്ങനെയാണ്. ഇപ്പം ജ്ഞാനമുള്ളവർ എന്തു ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഈ മാറ്റങ്ങളെ കണ്ടിട്ട് ശ്രദ്ധിക്കണം. ഇയ്യോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് പോലും ഈ നഷ്ടപ്പെട്ടതിൻ്റെതായ കാരണത്തെക്കുറിച്ച് അങ്ങോട്ട്
ഗ്രഹിക്കാനായിട്ട് പറ്റിയില്ല. സ്തോത്രം. യോബിൻ്റെ ഭാര്യയെ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഞാൻ ആ ക്യാരക്ടർ, ആ കഥാപാത്രത്തെ വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കാറുള്ളത്. പിന്നെ ദൈവത്തോട് ഇയ്യോബിനെ പോലെ ഒരു ബന്ധം ആ സഹോദരിക്ക് ഉണ്ടായിരുന്നു മാത്രം. സ്തോത്രം. ഇപ്പോൾ ആ വാക്കിനെയാണ് നമ്മൾ കയറി പിടിക്കുന്നത്. ഏതാ? നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് പോയി മരിച്ചു കളക എന്നുള്ള. സ്തോത്രം. അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്, അത് ശരിയല്ല. എങ്കിലും ആ സഹോദരിയുടെ അറിവ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ചിന്തിച്ചിരുന്നത് ദൈവത്തെ ഇങ്ങനെ സേവിച്ചാൽ ഇങ്ങനെയൊന്നും വരില്ല, രോഗമോ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ മുന്നോട്ട് പോകാനാണ് നാം ദൈവത്തെ എന്ത് ചെയ്യുന്നത്, സേവിക്കുന്നത്. ഇനി നമ്മുടെയൊക്കെ പലരുടെയൊക്കെ ചിന്ത അങ്ങനെ തന്നെയാണ്. നാം മുമ്പ് സേവിച്ചിരുന്ന പോയ മാർഗത്തിൽ നിന്ന് പലത് കിട്ടാതെ വന്നപ്പോഴാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇത് കിട്ടി. ഇനി ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വന്നാൽ എങ്ങോട്ട് പോകാൻ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ചിലപ്പോൾ രോഗസൗഖ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ വിചാരിച്ച പ്രാർത്ഥനയുടെ ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. എന്നാൽ എന്തുകൊണ്ട് ഞാനിവിടെ വന്നു, എന്തിന് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തത ഇല്ലെങ്കിൽ നമുക്കും ഈ അപകടം വരാം. വന്നത് അങ്ങനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ഇയ്യോബിൻ്റെ ഭാര്യ, സ്തോത്രം, അവൾ പറയുന്ന ഒരു വാക്ക്, നീ രണ്ട് കാര്യം ചെയ്യണം. എന്താണ്? ഒന്ന്, ദൈവത്തെ അങ്ങ് തള്ളിപ്പറയണം. എന്താ കാര്യം? ഇയ്യോബ് ദൈവത്തെ സേവിക്കുന്ന വിധം ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത് ആരാണ്? ഭാര്യ. പാസ്റ്റർക്കും കൂട്ടുവിശ്വാസിക്കുമൊക്കെ വല്ലപ്പോഴും കാണുന്ന കാഴ്ചയല്ലേ. എന്നാൽ ഭാര്യയ്ക്കറിയാം ഇയ്യോബ് ദൈവത്തെ സേവിക്കുന്നതിൻ്റെ ആത്മാർത്ഥതയും അതിൻ്റെതായ ആ വിലയും ഒക്കെ ഈ ഭാര്യയ്ക്കറിയാം. സ്തോത്രം. അവരവരെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആര് തന്നെയാണ്? അവരുടെ വീട്ടിലുള്ളവരാണ്. ഞാനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്നെ. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരാണ്? അവരുടെ വീട്ടിലുള്ളവർ. സ്തോത്രം. അപ്പോൾ അത്രയ്ക്ക് വില കൊടുത്ത് ദൈവത്തെ സേവിക്കുന്നത് ഇയ്യോബിൻ്റെ ഭാര്യയ്ക്കറിയാം. ഇപ്പം ഇന്ന് നമുക്കറിയാമല്ലോ, ഇച്ചിരി മഴയും രാവിലെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ എന്തായാലും കുറച്ച് കസേരകളൊക്കെ സ്തോത്രം. ഇനി മഴയാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും വരുമെന്ന് തീരുമാനമുള്ളവരുമുണ്ട്. ഈ വന്നവരൊക്കെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായതുകൊണ്ട് വന്നതല്ലല്ലോ. മനസ്സിലായോ? സ്തോത്രം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതുകൊണ്ട് വന്നതല്ല. പ്രതികൂലങ്ങളാണെങ്കിലും ഇങ്ങനെ എന്ത് വില കൊടുത്തും ദൈവത്തെ സേവിക്കുന്ന ആത്മാർത്ഥത ഇയ്യോബിൽ ഉണ്ടെന്നുള്ളത് ഇയ്യോബിൻ്റെ ഭാര്യയ്ക്കറിയാം. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ സേവിച്ച ഈ ഭക്തനെ ഈ ദൈവം കൈവിട്ടെങ്കിൽ എന്ത് ചെയ്യണം? അവനെ അങ്ങ് ത്യജിച്ച് പറയണം ദൈവത്തെ. എന്നിട്ട് നീയും പോയി എന്ത് ചെയ്യണം? മരിക്കണം. മരിക്കണമെന്ന് പറഞ്ഞതും ഞാൻ പോസിറ്റീവായിട്ട് കാണുകയാണ്. നമ്മുടെ മലയാളത്തിൽ ദയാവധം എന്ന് പറഞ്ഞൊരു പേരുണ്ട്, അറിയാമോ? മേഴ്സി കില്ലിങ്. എന്താണത്? രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന ഒരു സ്ഥിതി വന്നു. പക്ഷേ ജീവിച്ചിരിക്കുന്നു. വേദന തിന്ന് 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 എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ അദ്ദേഹത്തെ കൊല്ലുന്നതിനെയാണ് മേഴ്സി കില്ലിങ്. അപ്പം അങ്ങനെ ഒരു വധവുമുണ്ട്. സ്തോത്രം. മനസ്സിലായോ? തമ്പുരാൻ്റെ പക്കൽ ഇങ്ങനെ ഒരു വധമുണ്ട്. ആരുടെ പക്കൽ?
ദൈവത്തിൻ്റെ പക്കലുള്ള മേഴ്സി കില്ലിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ ഇനി മുമ്പോട്ട് പോയാൽ ദൈവരാജ്യത്ത് കിട്ടത്തില്ല. ഇപ്പോഴാണ് അവനെ കൊണ്ടുപോകാൻ എന്ന് ദൈവത്തിന് തോന്നിയാൽ അത് മേഴ്സിയാണ്. പറയാൻ മനസ്സിലായോ? നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ നമ്മളെ, സ്തോത്രം, നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയാൽ പോരെ? എത്ര പേർക്ക് സ്തോത്രം പറയാം? നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. കർത്താവേ, അത് കിട്ടണം. അത് കിട്ടാൻ ഏത് പോയിന്റിൽ വെച്ച് എന്നെ കൊണ്ടുപോകണോ? എന്താ ഒരു പേടി പോലെയോ? അത് കിട്ടാൻ ഏത് പോയിന്റിലാണോ എന്നെ കൊണ്ടുപോകാനാ ഏറ്റവും നല്ലത്, എന്നോട് ദയ കാണിക്കണമേ. എത്ര പേർക്ക് സ്തോത്രം പറയാ? എന്നോട് കരുണ കാണിക്കണമേ. ആ വിലയേറിയത് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരാതെ അത് പ്രാപിക്കത്തക്കവണ്ണം ഞാൻ യോഗ്യനായി തീരുന്ന സമയത്ത്, ഹല്ലേലൂയ, അങ്ങ് എന്നോടും കരുണ കാണിക്കണം. അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, നീ ഇങ്ങനെ, ഒന്നാമത് മാനസികമായി മക്കൾ, നമുക്കറിയാലോ നടന്ന സംഭവം ചെറിയ സംഭവം അല്ലല്ലോ, മാനസികം. അത് കഴിഞ്ഞിട്ട് സമ്പത്ത്, ശരീരം പുഴുവരിച്ച്, ദുർഗന്ധം വമിച്ച്, വേദന സഹിച്ച്, ചാരം വാരിയിട്ട്, ഈ കാഴ്ച സ്നേഹമുള്ള ഒരു ഭാര്യയ്ക്കും അതാണ് ആയിരിക്കണം. എനിക്കറിയത്തില്ല, ആയിരിക്കണം. എന്തായാലും അവൾ ഇട്ടിട്ട് പോയില്ലല്ലോ, കൂടെ നിന്ന് വെള്ളമൊക്കെ കൊടുത്തല്ലോ. അപ്പം ആ ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെയുള്ള ചിന്തകൾ അകത്ത് വരുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ജ്ഞാനമുള്ളവർ ഇങ്ങനെ ഇതിനെയൊക്കെ മനസ്സിലാക്കും. അതാണ് ഇയ്യോബിൻ്റെ അടുത്ത വാക്ക്, ഞാൻ ദേഹസഹിതനായി. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന, അകത്ത് ഇതിനെക്കുറിച്ചുള്ള അറിവ് നിനക്കില്ല. ഹല്ലേലൂയ. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്തെന്നുള്ളത് അറിയാൻ നിനക്കകത്ത് അതിൻ്റെ കാഴ്ചപ്പാട് കിട്ടിയിട്ടില്ല. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നതിൻ്റെ മഹത്വം എന്തെന്നുള്ളതിനെ കുറിച്ചുള്ള ആ അറിവ് നിന്റെ അകത്തില്ല. എന്നാൽ എനിക്കൊന്ന് പറയാനുണ്ട്, എൻ്റെ ദേഹമുണ്ടല്ലോ, ഇതിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് പോയാൽ ഒരു ദേഹസഹിതനാ ഞാൻ എൻ്റെ ദൈവത്തെ കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം? ജ്ഞാനമുള്ളവർ ദൈവത്തെക്കുറിച്ച് അത് മനസ്സിലാക്കി. ദാനിയേലിന്റെ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ജ്ഞാനം, അറിവ് വേണം ദൈവത്തെക്കുറിച്ച്. ദൈവത്തെക്കുറിച്ച് അറിവുള്ളവർ എന്തു ചെയ്യും? ഉറച്ചു നിൽക്കും. അപ്പോൾ തടാകം മരുഭൂമിയാകുന്നതോ മരുഭൂമി തടാകമാകുന്നതോ ഇതിലൊന്നും അല്ല കാര്യം. ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്ന് അറിവ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അങ്ങനെ അറിയുന്നതാണ് ജീവിതത്തിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. സ്തോത്രം. നമുക്ക് വേദപുസ്തകത്തിൽ പിന്നെയും അറിയാമല്ലോ, ഒരു ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ഒരു ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ദൈവം ഭൂമിയിൽ ദയയും നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ യഹോവയെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കട്ടെ. എൻ്റെ ദൈവം ആര് എന്നൊരറിവകത്ത് കിട്ടുന്നെങ്കിൽ ഭാഗ്യവാൻ. ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞു, സ്ത്രീയെ, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്ന ദൈവത്തെ നമസ്കരിക്കുന്നു. ഞാൻ സേവിക്കുന്ന ദൈവം ആര്? ഞങ്ങൾ സേവിക്കുന്ന ദൈവം എത്ര വലിയവനെന്ന് ഞങ്ങളുടെ അകത്തുറപ്പുണ്ട്. ആ ഉറപ്പ് വെച്ചാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. സ്തോത്രം. അറിയാത്ത ദൈവത്തെ ആരാധിക്കരുത്. അപ്പന്മാർ ആരാധിച്ചത് കൊണ്ട് മാത്രം ആരാധിക്കരുത്.
അപ്പന്മാർ പിന്തുടരുന്ന പാത അതുകൊണ്ട് മാത്രം അത് വേണം. അതുകൊണ്ട് മാത്രമല്ല, അറിയുന്ന ദൈവത്തെ നമസ്കരിക്കണം.